ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബലവാടിയിലെ സൂര്യനാരായണ ക്ഷേത്രത്തിലാണ്. ഏകദേശം ഒരു 13-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഹൊയ്സാല രാജാവായ നമ്മുടെ സൂര്യബല്ലാല രണ്ടാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇതൊരു വൈഷ്ണവ ക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഹൊയ്സാല രാജവംശത്തിൻ്റെ കീഴിൽ ധാരാളം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഹാലിബഡുമാണ്. അപ്പോൾ ഹാലിബഡുവിൻ്റെ വീഡിയോസ് നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഹൊയ്സാല രാജവംശത്തിൻ്റെ കീഴിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ഇത് ശരിക്കും ഹൊയ്സാല ആർക്കിടെക്ചറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോപ്പ് സ്റ്റോണാണ് ഇതിനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ചിക്കമംഗളൂരു ജില്ലയിലെ ബലവാടി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. ഇത് സൂര്യനാരായണ ക്ഷേത്രമാണിത്. അപ്പോൾ നമുക്ക് കാണാം എത്ര മനോഹരമായ ശില്പങ്ങളാണ് ഇവിടെ, അല്ലേ? അപ്പോൾ ഇതിൽ മെയിനായിട്ട് വിഷ്ണുവിൻ്റെ കണി, അതായത് വിഷ്ണുവിൻ്റെ അവതാരങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് കുത്തിവെച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ, നരസിംഹം, വിഷ്ണു. എന്നാലും ഈ ഇങ്ങനെയൊക്കെ ഇത്ര അതിമനോഹരമായിട്ടുള്ള ശില്പങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലുകളിലൊക്കെ രേഖപ്പെടുത്തിയത്. വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളും ഇതിൽ ലേഖനം ചെയ്തിട്ടുണ്ട്. വരാഹമൂർത്തി, പിന്നെ ശ്രീകൃഷ്ണൻ, നരസിംഹ അവതാരം, അങ്ങനെ എല്ലാ അവതാരങ്ങളും ഇതിനകത്ത് മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ പല പല ദേവതകളുടെയും നമുക്ക് ശില്പങ്ങൾ നമ്മൾ ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ നോക്കുക, നല്ല അടിപൊളിയാണിത്. ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ എത്രയോളം ശില്പികളായിരിക്കും ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ ഒരു ശില്പങ്ങളും ഒക്കെ കൊത്തിയെടുക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം എഫർട്ടായിരിക്കും ഇതിനകത്ത്. ഈ ക്ഷേത്രത്തിൽ കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ ഇത് വീണ്ടെടുത്തിട്ടുണ്ട്. ഇത് സംരക്ഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. കർണാടക ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും പൂജാകാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള വീഡിയോസും അകത്തുള്ള ആർക്കിടെക്ചർ അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം ഇപ്പോഴും പൂജ നടക്കുന്നതല്ലേ. അതുകൊണ്ട് നമ്മൾ പൂജയൊക്കെ അതിൻ്റെ അകത്തൊക്കെ പോയി വിസിറ്റ് ചെയ്തു. ഇതിനകത്ത് എന്താണ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് മുഖാമുഖം നിൽക്കുന്ന 2 ശ്രീകോവിൽ പോലെയാണ്. ഈ ശ്രീകോവിലിൻ്റെ അകത്ത് വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹവും മറ്റൊരു ശ്രീകോവിലിനകത്ത് നരസിംഹമൂർത്തിയുടെ വിഗ്രഹവുമാണ് ഉള്ളത്. ഈ ഹൊയ്സാല ക്ഷേത്ര വാസ്തുവിദ്യയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിത്തറ അല്പം പൊന്തി നല്ല ഉയരത്തിലാണ് ശരിക്കും നിൽക്കുന്നത്, അല്ലേ? ഈ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ തറ ശരിക്കും പറഞ്ഞാൽ ഒരു ലോട്ടസിനോട് ഉപമിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ എല്ലാം കൊടുത്തിരുന്നത്. ഒരു ലോട്ടസിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം എന്ന ആ രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറാണ് ഈ ഹൊയ്സാല ടെമ്പിൾസിൽ മെയിനായിട്ട് നമുക്ക് കാണുന്നത്. തറ അല്പം ഉയർന്നും നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് ചുറ്റുമായിട്ട് ധാരാളം നല്ല കൊത്തുപണികൾ അല്ലെങ്കിൽ നല്ല ശില്പങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ വിഷ്ണുവിൻ്റെ ടെമ്പിളാണ്, അതുകൊണ്ട് തന്നെ കൂടുതലും വിഷ്ണുവിന് ബേസ് ആയിട്ടുള്ള വിഗ്രഹങ്ങൾ, ശില്പങ്ങളാണ് ഇതിന് ചുറ്റും കൊത്തി വെച്ചിട്ടുള്ളത്. ശ്രീകോവിലിന് മുകളിലായിട്ടുള്ള ഗോപുരങ്ങൾ, അവിടെയൊക്കെ ധാരാളം കൊത്തുപണികളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്ര മനോഹരമാണല്ലേ! ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിസ്മയം തന്നെയാണ്. അത്രത്തോളം എഫർട്ടാണ് ഈ ടെമ്പിളിൽ ശില്പികൾ ധാരാളം ശില്പികൾ കുറേ സമയം ചിലവഴിച്ച് ഇത്രത്തോളം എഫർട്ട് എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഇത്. മിക്ക ഹൊയ്സാല ടെമ്പിൾസും ഇതേ രീതിയിലാണ്. ഓക്കെ, കുറേ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ശില്പങ്ങളൊക്കെ കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് യുദ്ധങ്ങൾ കൊണ്ടൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. കുറേയൊക്കെ ആരെങ്കിലും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ മനോഹരമായിട്ടൊരു ടെമ്പിളാണ് ഇത്. നിങ്ങളെല്ലാവരും പോവുക. ഇത് ശരിക്കും ബേലൂരിനടുത്താണ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.